ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: സന്തോഷം. അതെ, സന്തോഷവും സമാധാനവും ആഗ്രഹിച്ചാണ് ഓരോ വ്യക്തിയും ജീവിതം കഴിച്ചുകൂട്ടുന്നത്. അതെവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും എന്നന്വേഷിച്ചുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. പണവും പ്രശസ്തിയും ഉണ്ടാകുമ്പോൾ സന്തോഷം ലഭിക്കും എന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുമ്പോൾ, കർമ്മം ചെയ്യുന്നതിലൂടെയും വ്യക്തിബന്ധങ്ങളിലൂടെയും ആണ് അത് ലഭിക്കുക എന്ന് മറ്റു ചിലർ കരുതുന്നു. ചിലർ സ്വന്തം മക്കളുടെ വിജയത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. വേറെ ചിലരാകട്ടെ പഠനത്തിലൂടെയും വായനയിലൂടെയും വ്യക്തിഗത വളർച്ചയിലൂടെയും കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെയും സന്തോഷം കണ്ടെത്താൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ യാത്ര ചെയ്തുകൊണ്ടും സേവനപാതയിലേക്ക് ഇറങ്ങിക്കൊണ്ടും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ വഴികളെല്ലാം സന്തോഷത്തിലേക്കുള്ള മാർഗങ്ങളാണ്, സംശയമില്ല. എന്നാൽ ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ സന്തോഷത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഈ ജന്മത്തിൽ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ പറയാൻ കാരണം, മുമ്പ് പറഞ്ഞ എല്ലാ മാർഗങ്ങളും വസ്തുനിഷ്ഠമാണ്, അതായത് ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ് എന്നർത്ഥം. വസ്തുക്കളിൽ സന്തോഷമില്ലല്ലോ, സന്തോഷം എന്നിലാണ്. ഉദാഹരണത്തിന്, എനിക്കൊരു വാഹനമുണ്ടെങ്കിൽ വാഹനത്തിലല്ലല്ലോ സന്തോഷം. സന്തോഷം എന്നിലാണ്. വാഹനം എനിക്കുണ്ട് എന്ന അറിവിലാണ് എനിക്ക് സന്തോഷമുള്ളത്. അപ്പോൾ ഞാനല്ലാത്ത ഒന്നിലും സന്തോഷത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല. ചുരുക്കം പറഞ്ഞാൽ, ഏതെല്ലാമാണോ വസ്തുക്കൾ, ആ വസ്തുക്കളിൽ സന്തോഷം നിലകൊള്ളില്ല എന്ന് മനസ്സിലാക്കണം. ചിലർ ഇതിനോട് പൂർണ്ണമായും യോജിക്കില്ല. അവർ പറയും, പണവും വീടും എല്ലാം വസ്തുക്കളാണ്. സമ്മതിക്കാം. എന്നാൽ കലയും വ്യക്തിഗത വളർച്ചയും സേവനവും എല്ലാം വസ്തുക്കളല്ലല്ലോ. അപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം വസ്തുനിഷ്ഠമല്ലല്ലോ എന്നവർ പറയും. ചോദ്യത്തിൽ കഴമ്പുണ്ട്. പക്ഷേ സന്തോഷം അന്വേഷിച്ചുള്ള യാത്രയിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഏർപ്പെടുന്ന പലതരം പ്രവർത്തനങ്ങളിലൂടെ സന്തോഷം എവിടെയാണ് അനുഭവപ്പെടുന്നത്? ഉത്തരം ലളിതം: മനസ്സിൽ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം: മനസ്സ് എന്ന് പറയുന്നത് ചാഞ്ചാട്ട സ്വഭാവമുള്ള ഒരു സാധനമല്ലേ? എപ്പോഴും ഒരേ അവസ്ഥയിലല്ലല്ലോ മനസ്സ്. അങ്ങനെ എപ്പോഴും ഒരേ അവസ്ഥയിലല്ലെങ്കിൽ ആ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സന്തോഷവും എക്കാലവും നിലനിൽക്കുന്ന ഒന്നായിരിക്കില്ലല്ലോ. സ്ഥിരതയുള്ള, മാറാത്ത അവസ്ഥയിലുള്ള ഒന്നിലല്ലേ ശാശ്വതമായ സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയൂ. അത് മനസ്സാണോ? തീർച്ചയായും അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ മനസ്സും ഒരു വസ്തു തന്നെയാണ്, ഒബ്ജക്റ്റാണ്. മാറ്റം വരുന്ന എന്തും വസ്തുക്കളാണ്. ശരീരവും വസ്തുവാണ്. അപ്പോൾ ഈ ശരീരവും മനസ്സും വസ്തുക്കളാണെങ്കിൽ ഈ വസ്തുക്കൾ അറിയുന്ന ഒരു ഞാനുണ്ടല്ലോ. ആ ഞാൻ ആരാ? ശരീരത്തിലെ മാറ്റങ്ങളും മനസ്സിലെ വ്യതിയാനങ്ങളും എല്ലാം അറിയുന്ന ആ ഞാൻ ആരാണ്? ആ ഞാൻ ചാഞ്ചാട്ട സ്വഭാവം ഉള്ള ഒന്നാണോ? അവിടേക്ക് ശ്രദ്ധ കൊണ്ടുപോയാൽ എന്താണ് അനുഭവപ്പെടുക? അവിടെ ഒരു വ്യക്തിയുണ്ടോ? ഞാൻ എന്ന ഭാവമുണ്ടോ? ഇതാണ് ആത്മനിഷ്ഠമായ അന്വേഷണം. ആത്മനിഷ്ഠമായ അന്വേഷണമാണ് യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള മാർഗം. അതുതന്നെയാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടവും. അവിടെയാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. അവിടേക്കാണ് എപ്പോഴും യാത്ര ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പവിത്രമായ യാത്ര. കുറച്ചു കൂടുതലായി പോയോ സംസാരം? ഇതിൽ നിന്നും വല്ലതും കിട്ടിയോ? ദയവായി താങ്കളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക. ഞാൻ തീർച്ചയായും വായിക്കും. അതിനുശേഷം മാത്രമേ ഇതുപോലെയുള്ള വിഷയങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കൂ. ഇത്രയും കേട്ടിരുന്നതിന് സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.